കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലം ഇപ്പോൾ ജോസ് കെ മാണിയുടെ കയ്യിലാണുള്ളത്. എന്നാൽ ഇനി കോൺഗ്രസ് ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കുകയാണ്. ഒന്നുകിൽ മാണി ഗ്രൂപ്പ് തിരിച്ചു വരിക UDFിലേക്ക് വന്നാൽ ഒരുപക്ഷെ അവർക്ക് ആ സീറ്റ് നൽകും, അല്ലെങ്കിൽ പെൺപുലിയെ ഇറക്കി അത് തിരിച്ചു പിടിക്കും. ഇത് AICCയുടെ തീരുമാനമാണ്. അതായത് കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിൽ KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആൻ സെബാസ്റ്റ്യൻ ആയിരിക്കും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെന്ന് സൂചന നൽകിയിരിക്കുകയാണ് AICC. സുനിൽ കനുകൊലു എന്ന രാഷ്ട്രീയ തന്ത്രജ്ഞന്റെ നേതൃത്വത്തിൽ നടത്തിയ കേരള രാഷ്ട്രീയ സർവേയിൽ കേരളത്തിലെ ജയിക്കാൻ ബുദ്ധിമുട്ടുള്ള എങ്കിലും പിടിച്ചെടുക്കാൻ കഴിയുന്ന 30ഓളം മണ്ഡലങ്ങളിൽ യുവ നേതാക്കളെ ഇറക്കണമെന്നാണ് AICC സർവേ ടീം കണ്ടെത്തിയത്. അതിലൊന്നാണ് കാഞ്ഞിരപ്പള്ളി മണ്ഡലം. നമുക്കറിയാം, തികച്ചും മലയോര മണ്ഡലമായ കാഞ്ഞിരപ്പള്ളി 9 പഞ്ചായത്തുകൾ ചേർന്നതാണ്. വലിയ പ്രകൃതിക്ഷോഭങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാറുള്ള ഒരു മണ്ഡലം കൂടിയാണത്. പക്ഷേ ഒരേ MLA ഇങ്ങനെ തുടർച്ചയായി പതിറ്റാണ്ടുകളോളം നിയമസഭയിലേക്ക് പോകുന്നതിൻ്റെയും എന്നിട്ടും കാര്യമായ മാറ്റങ്ങൾ ഇല്ലാത്തതിൻ്റെയും പ്രശ്നങ്ങൾ ആ മണ്ഡലത്തിൽ നല്ലവണ്ണമുണ്ട്. ഒപ്പം അതിശക്തമായ ഭരണവിരുദ്ധ വികാരവും മണ്ഡലത്തിൽ ആഞ്ഞടിക്കുന്നു. 2016 തെരഞ്ഞെടുപ്പ് വരെ UDFിനൊപ്പമായിരുന്ന മാണി കോൺഗ്രസിനാണ് കാഞ്ഞിരപ്പള്ളി സീറ്റ് കൊടുക്കാറുണ്ടായിരുന്നത്. അതിൽ പ്രൊഫസർ ജയരാജ് വിജയിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടു. 2021 ജോസ് കെ മാണി CPMനൊപ്പം പോയപ്പോഴും ജയരാജ് തന്നെ കൂടെ പോയി 21 ജയിക്കുകയും ചെയ്തു. എന്നാൽ ഇനി ഒരിക്കൽ കൂടി കാഞ്ഞിരപ്പള്ളിയിൽ ജയിക്കാൻ സാധ്യത കുറവാണ് എന്നുള്ളത് കൊണ്ട് ആണ് UDFിലേക്ക് വരാൻ ജയരാജ് തന്നെ തിടുക്കം കൂട്ടുന്നത്. എന്നാൽ അതൊന്നും കാര്യമായി എടുക്കാതെയാണ് കോൺഗ്രസ് നേതൃത്വം സർവേ നടത്തി സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയിരിക്കുന്നത്, ആൻ സെബാസ്റ്റ്യനെ. കഴിഞ്ഞ തവണ കോൺഗ്രസിന്റെ പ്രമുഖ നേതാവ് ജോസഫ് വാഴക്കനായിരുന്നു UDFിന്റെ കാഞ്ഞിരപ്പള്ളിയിലെ സ്ഥാനാർത്ഥി. ആ 2021 13,700ഓളം വോട്ടുകൾക്കാണ് ജോസഫ് വാഴക്കൻ തോറ്റുപോയത്. അതൊരു LDF തരംഗത്തിൽ സംഭവിച്ചതാണെങ്കിലും അതിനുശേഷവും ആ മണ്ഡലത്തിൽ സജീവമാകാൻ വാഴക്കൻ പോയതുമില്ല. ഭരണവിരുദ്ധ വികാരവും MLAയോടുള്ള മടുപ്പും വ്യാപകമായതോടെ അതെളുപ്പം പിടിച്ചെടുക്കാൻ കഴിയുന്ന മണ്ഡലം എന്നുള്ള നിലയിലാണ് AICCയുടെ പട്ടികയിൽ കാഞ്ഞിരപ്പള്ളി വന്നത്. അവിടേക്ക് ഏറ്റവും അനുയോജ്യയായ സ്ഥാനാർത്ഥി KSUവിന്റെ പെൺപുലി ആൻ സെബാസ്റ്റ്യൻ ആപ്റ്റായി കാണുന്നത്. AICCയുടെ സർവേ പുറത്തു വന്നത് വ്യാപകമായി പ്രചരിക്കുന്നത് നമ്മൾ കണ്ടു. പക്ഷേ അങ്ങനെയൊന്നുമില്ല എന്നുള്ള വാർത്തകൾ വന്നതുമില്ല. വിശ്വസനീയ കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെയാണ് ആ വാർത്ത പുറത്തുവിട്ടത് എന്നാണ് നമുക്കും ലഭ്യമാകുന്ന വിവരം. അതുപ്രകാരം കാഞ്ഞിരപ്പള്ളിയും അവരുടെ ഭാവി MLAയെ കുറിച്ച് ചർച്ച ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആൻ സെബാസ്റ്റ്യൻ തീപ്പൊരി വിദ്യാർത്ഥി നേതാവാണ്. തൃശൂർ ജില്ലയിലാണ് ജനനമെങ്കിലും കർമ്മമണ്ഡലം എറണാകുളവും ഇപ്പോൾ കോട്ടയവും ഒക്കെയാണ്. ആലുവ UC കോളേജിലും പിന്നീട് ചങ്ങനാശ്ശേരി അസംഷൻ കോളേജിലും ഒക്കെ വിദ്യാഭ്യാസം നടത്തിയ ആൻ സെബാസ്റ്റ്യൻ MG യൂണിവേഴ്സിറ്റി യൂണിയൻ മെമ്പർ കൂടിയായിരുന്നു. കോട്ടയത്ത് രാഷ്ട്രീയ പ്രവർത്തനവും സാമൂഹ്യ പ്രവർത്തനവും സജീവമാക്കിയതിനാലാണ് പ്രധാനമായും കാഞ്ഞിരപ്പള്ളിയിലേക്ക് ആൻ സെബാസ്റ്റ്യനെ പരിഗണിക്കുന്നത്. കാഞ്ഞിരപ്പള്ളി മണ്ഡലം ഇന്നത്തെ സ്ഥിതിക്ക് പിടിച്ചെടുക്കാൻ കഴിയുന്ന ഏറ്റവും ആദ്യത്തെ നേതാവ് തന്നെയാണ് ആൻ സെബാസ്റ്റ്യൻ. അത് വളരെ വ്യക്തമായി മനസ്സിലാക്കി തന്നെയാണ് AICCയുടെ ഈ നീക്കം. ഇത് UDFിൽ വന്നില്ല എങ്കിൽ മാണി ഗ്രൂപ്പിനെ തകർത്ത് കളയാനുള്ള പ്രധാനപ്പെട്ട ആയുധം കൂടിയാണ്. കേരള കോൺഗ്രസിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ നാരായണക്കുറുപ്പും അതിനുശേഷം മകൻ ജയരാജും പതിറ്റാണ്ടുകളോളം ഭരിച്ച ഒരു നാട് ഒരു വിദ്യാർത്ഥി നേതാവിനെ കൊണ്ട് തകർത്ത് കളഞ്ഞാൽ പിന്നെ മാണി ഗ്രൂപ്പ് പിരിച്ചുവിടുന്നതായിരിക്കും നല്ലത്.